പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർജറി. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിത പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ചെറിയ ഉദ്ഘാടനങ്ങൾ ലയൺസ് ക്ലബ്ബ് വടക്കാഞ്ചേരി മേഖലയ്ക്കകത്ത് ഒട്ടനവധി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മനുഷ്യർക്കും പ്രകൃതിക്കും ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരു ഇൻ്റർനാഷണൽ സംഘടന എന്ന രീതിയിൽ വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ ഇപ്പോൾ ജോൺസൺ സൂചിപ്പിച്ച പോലെ വടക്കാഞ്ചേരി നഗരസഭയെ തിമുര വിമുക്ത നഗരസഭയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തുടർച്ചയാണ്. ഓരോ ഡിവിഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ നമ്മുടെ ലോകത്തെ കാണാൻ കഴിയാവുന്ന രീതിയിലുള്ള കാഴ്ചയുള്ള ആളുകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക. ഇന്ന് കേരളത്തിലെ പോലീസ് ഒരു പൊണ്ടുവൽ കൂടി ഇന്നലത്തെ പുതിയ വിദ്യയുടെ ഭാഗമായി ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് സംവിധാനങ്ങൾ എന്തൊക്കെ തന്നെ വിമർശനങ്ങളുണ്ടായാലും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ കുറ്റാന്വേഷണ രംഗത്ത് 1ാം സ്ഥാനത്ത് എത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. വടക്കാഞ്ചേരി അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ്. എന്തായിരുന്നാലും പോലീസിന് ആവശ്യമായിട്ട് സൗകര്യപ്രദമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനും പൊതുജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ബസ് സ്റ്റോപ്പ് 56 വർഷമല്ലേ വർഷമായിട്ട് ഇവിടെ നിലവിലുള്ളത്, അത് ബാക്കിലേക്ക് ഒന്നുകൂടി ഇറക്കുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് പുതിയ നിർമ്മാണ പ്രവർത്തനം വരികയാണ്. എന്തായിരുന്നാലും നല്ല വൃത്തി സ്വസർവേഷണ ഭാഗമായി നഗരസഭ നല്ല പ്രവർത്തനം പൊതുവായിട്ട് മാലിന്യമുക്തമായ നഗരസഭ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നഗരത്തെ സുന്ദരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഇൻസ്പെക്ടർ പോലീസ് റിജൻ M. തോമസ് മുഖ്യാതിഥിയായിരുന്നു. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ലയൺസ് ക്ലബിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് മുമ്പ് ഞാൻ ആലപ്പുഴയിലും പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുമ്പോഴും അത്രയൊക്കെ എനിക്ക് അറിഞ്ഞിട്ടില്ല. പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് കുറേ കൂടി പല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആകാൻ മനസ്സിലാവുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ ഈ പറയുന്ന ബസ് ക്ലബിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത സമയത്ത് ഞാനിവിടെ ചോദിച്ചു, നമ്മുടെ ജനപഞ്ചായത്തിലും ഒരു പെയിൻറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണ സമ്മതത്തോടുകൂടി നമ്മുടെ ഫോണ് പെയിൻറ്റ് ചെയ്ത് വന്നു. കൂടാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഫർണിച്ചർ കൈമാറിയതിനും ജനസേവന കേന്ദ്രം നവീകരിച്ചതിനും അദ്ദേഹം ലയൺസ് ഭാരവാഹികളെ അനുമോദിച്ചു. പ്രസിഡന്റ് AP ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഏറെ സന്തോഷമുണ്ട്, അതോടൊപ്പം അഭിമാനിക്കാനും. 56 വർഷം പിന്നിടുന്ന വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് എന്നും സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന സന്നദ്ധ സംഘടനയാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. ഈ വർഷം നമ്മൾ വളരെയധികം സേവന പ്രവർത്തികളുമായി മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കിടപ്പിലായ നിർധനരായ ഡയാലിസിസ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം, അതുപോലെ ക്യാൻസർ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം,
എന്നിങ്ങനെ അനവധി സേവന പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ ഞങ്ങളുടെ മുഖ്യ മെഗാ പ്രോജക്റ്റായ വടക്കാഞ്ചേരി നഗരസഭയെ തിമിരമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തിമിരമുക്ത നഗരസഭ എന്ന പ്രഖ്യാപനമായി ഞങ്ങൾ ഈ വർഷം എല്ലാ മുനിസിപ്പാലിറ്റിയുടെ 41 ഡിവിഷനുകളിലും ഓരോ മേഖലകളാക്കി 3-4 ഡിവിഷനുകളിൽ തിരിച്ച് ഓരോ മേഖലകളാക്കി എല്ലാ മാസവും തിമിര നിർണയ ക്യാമ്പുകൾ നടത്തി അർഹരായവർക്ക് തിമിര നിർണയ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മുനിസിപ്പൽ ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പ് നവീകരണം, അതുപോലെ ജനമൈത്രി ഹാൾ നവീകരണം, അതുപോലെ കുറച്ച് ഫർണിച്ചർ വിതരണം എന്നിങ്ങനെയാണ്. നഗരസഭ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, CA ശങ്കരൻകുട്ടി, വിൽസൺ കുന്നംപള്ളി, പ്രിൻസ് തോമസ്, ഡോക്ടർ KA ശ്രീനിവാസൻ, PN ഗോകുലൻ, നസീർ, NA ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ സംസാരിച്ചു. ലയൺസ് നേതാക്കളായ അഡ്വക്കേറ്റ് ജേക്കബ് C ജോബ്, U കരുണാകരൻ, സാജു ജോസ്, സതീഷ് കുമാർ K, ഹരീഷ് മേനോൻ, നൈസൽ യൂസഫ്, ജെയിംസ് ഫ്രാൻസിസ്, TP ഗിരീശൻ, ഗിരീഷ് കുമാർ P എന്നിവരും ലേഡീസ് ഫോറം ഭാരവാഹികളായ ഫൗസിയ നസീർ, ഫസീദ നൈസിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.